ബഹുമാനപ്പെട്ട ഇന്നലെ നടത്തിയ പത്രസമ്മേളനം നിങ്ങൾക്കറിയാം. ആ പത്രസമ്മേളനത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്തതായിരുന്നു ഇന്നലത്തെ പത്രസമ്മേളനത്തോടുകൂടി ഇതിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചെന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കാണും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കും. ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിക്കും എന്ന് തീർത്ത് പറഞ്ഞതായിരുന്നു. അതിനുശേഷമേ ഇനി പത്രക്കാരെ സംസാരമുള്ളൂ എന്ന് ഇന്നലെ വിളിച്ച എല്ലാ പത്രക്കാരോടും പറഞ്ഞതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു. വിശദമായ ഈ സംഭവവികാസങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു. അദ്ദേഹം സശ്രദ്ധം ഈ കാര്യങ്ങൾ കേട്ടു. അതിന്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു. ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ എന്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഒരു സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദ മാഷ് ട്രിവാൻഡ്രത്ത് ഇന്നില്ല. ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദ മാഷക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. എം.ആർ. അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവ് എന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. അവർ അതിന് അനുസൃതമായ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു സഖാവ് എന്ന നിലക്ക് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ആരെ മാറ്റി നിർത്തണം, ആരെ മാറ്റി നിർത്തേണ്ട എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ. ഞാൻ ഇപ്പൊ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആ സാധനം കൊടുത്തെത്തി ഞാൻ അരമണിക്കൂർ ആയോ? ഇപ്പൊ തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയാ? തുടരുമ്പോൾ സത്യം തെളിയുമോ? അല്ല, അതൊക്കെ നമുക്ക് വെയിറ്റ് ആൻഡ് സീ. അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരാണ്. ഒരു കീഴുദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയിട്ട് എന്താണ് കാര്യം? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ നയം ഈ കാര്യത്തിൽ വ്യക്തമാണ്. കേരളത്തിന്റെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെന്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ, അഴിമതി, അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്. ഒരു മിനിറ്റ്, ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് അറിയാൻ ജനങ്ങളുടെ വികാരം. ഇന്നത്തെ കൂടിക്കാഴ്ചയോടുകൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടി വരുമല്ലോ. ഞാൻ എന്റെ വിഷയമല്ലല്ലോ പറഞ്ഞത്. ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ മാറ്റി നിർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, ഞാൻ വലിയ പ്രതീക്ഷയിലാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ ഇന്നും ആ പ്രതീക്ഷയിലാണ്, നാളെ ആ പ്രതീക്ഷയിലാണ്, മറ്റന്നാളും ആ പ്രതീക്ഷയിലാണ്. അല്ല, അതൊന്നും എനിക്കറിയാം. അതിന്റെ നാളല്ല ഞാൻ. താങ്കളുടെ പിറകിൽ ആരാണ് എന്നുള്ളതാണ് അതിൽ സമൂഹത്തോട് എന്താ പറയാനുള്ളത്? അതിൽ എന്റെ നെഞ്ചിൽ കൈവച്ച് എന്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം, എന്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്.
ദൈവം മാത്രമാണ്. അല്ല, അവസാനിച്ചു. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. കൂടുതൽ വിശദീകരിക്കാൻ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്, അങ്ങോട്ട് പോകണം കേട്ടോ. ഇവിടെ പിടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല. ആവശ്യമില്ലാത്ത പ്രോബ്ലം ഉണ്ടാക്കാൻ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയോടുമായി കൂടിക്കാഴ്ച അധ്യക്ഷൻ പി വി അൻവർ എം.എൽ.എ സംസാരിക്കുകയായിരുന്നു. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. തെളിവുകളൊക്കെ മുഖ്യമന്ത്രി കൈമാറിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്തേക്ക് മാറ്റണോ വേണ്ടേ, ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ആ സ്ഥലത്ത് മാറ്റണോ വേണ്ടോ തീരുമാനിക്കാൻ മാത്രം ആളല്ല താൻ, അത് പറയേണ്ട ആളല്ല താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അതിഗുരുതര ആരോപണങ്ങളാണ്. അത് എഴുതി നൽകേണ്ട വിവരങ്ങളടക്കം എഴുതി നൽകി, അതിന് കൊടുക്കേണ്ട തെളിവുകളടക്കം കൊടുത്തു. ഇനി മുഖ്യമന്ത്രിയാണ് അതിൽ സത്യസന്ധമായ അന്വേഷണം നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ എന്താണ് കൃത്യമായി തന്നെ പി വി അൻവർ പറഞ്ഞു. അത് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം തൃപ്തനാണോ അല്ലേ എന്നുള്ള കാര്യം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നില്ല. മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന് പറയുകയാണ്. താനൊരു സഖാവ് എന്നുള്ള നിലയ്ക്ക് ഒരു സഖാവിൻ്റെ ബേസിക് ഉത്തരവാദിത്വം നിറവേറ്റുക മാത്രമാണ് ചെയ്തത്. ആരാണ് തനിക്ക് പിന്നിലുള്ളത് എന്ന പി വി അൻവറിനോട് ചോദ്യമുണ്ടായി. അദ്ദേഹം ദൈവം മാത്രമാണ് തൻ്റെ പിന്നിലുള്ളത്, ഇക്കാര്യത്തിൽ മറ്റൊന്നുമില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയുന്നു. ഏറ്റവും ഒടുവിൽ ലാൽ സലാം എന്ന മാധ്യമപ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് മടങ്ങുകയും ചെയ്തു. ഷഫീദ് റാവുത്തർ ചേർന്നു. ഷഫീദ്, ആ കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹത്തിന് തൃപ്തിയുണ്ടോ ഇല്ലേ എന്ന വാക്കുകളിൽ നിന്ന് വ്യക്തമാണോ ഷഫീദ്? അതൊരു തരം പിൻവലിയലാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം പി വി അൻവറിന്റെ പല ചോദ്യങ്ങൾ അവസാനം നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി, അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. തന്റെ പോരാട്ടം അവസാനിപ്പിക്കുന്നു, ഒരു സഖാവ് എന്ന നിലയിൽ താൻ തുടങ്ങിയ പോരാട്ടം അവസാനിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് പ്രതികരണങ്ങളിലേക്ക് ഒരു പക്ഷേ പി വി അൻവർ കടന്നിട്ടില്ല. അതൊരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയിട്ടുള്ള ആ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഏതെങ്കിലും കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു പിന്മാറ്റമാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പല കാര്യങ്ങൾക്കും അദ്ദേഹം പറഞ്ഞ ഏറ്റവും അവസാനം നമ്മൾ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസമായി പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നുള്ള ചോദ്യത്തിന് അതിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. പകരം അദ്ദേഹം പറയാനുള്ളതൊക്കെ പറഞ്ഞു. മാധ്യമങ്ങളോട് ഇത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ ടാറ്റ എം.എൽ.എ ഹോസ്റ്റലിനകത്തേക്ക് കയറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും പി വി അൻവർ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് അന്വേഷണം മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. താൻ ഇന്നലെ പറഞ്ഞത് മുഖ്യമന്ത്രിയെ കാണും, മുഖ്യമന്ത്രിയോട് ഇക്കാര്യങ്ങൾ വിശദമായി സംസാരിക്കും, അതൊക്കെ എഴുതി നൽകും. അങ്ങനെ എഴുതി നൽകാനുള്ള കാര്യങ്ങളൊക്കെ താൻ എഴുതി നൽകിയിട്ടുണ്ട്. ഇനി അക്കാര്യത്തിലുള്ളത് മുഖ്യമന്ത്രി അന്വേഷണം നടത്തണമെന്നുള്ളത് മാത്രമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ. തനിക്കിനിയുള്ള ഉത്തരവാദിത്തം, തന്റെ സഖാവ് നില തന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയെയും സംസ്ഥാന സെക്രട്ടറിയെയും CPM-ന്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെയും ആ വിഷയങ്ങൾ അറിയിക്കുക. മുഖ്യമന്ത്രി ഇപ്പോൾ കണ്ട് സംസാരിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായും അദ്ദേഹം സംസാരിക്കും, അദ്ദേഹം ചർച്ച നടത്തും. അദ്ദേഹത്തോടും ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അവിടെയും കൈമാറും. അതിനുശേഷം അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കുക മാത്രമാണ് തന്റെ ഇനിയുള്ള ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം താൻ നിറവേറ്റും. ബാക്കിയുള്ള വിവരങ്ങൾ അദ്ദേഹം കൈമാറിയിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ അൻവറിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് ഇതുവരെ ഉണ്ടായിരുന്ന അൻവറാണോ ഇപ്പോഴത്തെ അൻവർ എന്ന് ചോദിച്ചാൽ ഹഷ്മി, ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂർച്ചയുള്ള വാക്കുകൾ, ഷാർപ്പായിട്ടുള്ള മറുപടികൾ, ഒരു ചോദ്യത്തിനും മറുപടിയില്ല, തെളിവടക്കം നിരത്തുന്ന അൻവറിനെ നമ്മൾ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പി വി അൻവറിന്റെ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പക്ഷേ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, വീണ്ടും അത് ആവർത്തിക്കുന്നതാണ് രാഷ്ട്രീയമായി ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ളൊരു ചോദ്യം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ താൻ ഉയർത്തിയ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അൻവർ മറുപടി പറഞ്ഞില്ല. പകരം അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് MLA ഹോസ്റ്റലിനകത്തേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. ഏതായാലും അദ്ദേഹം ഇനി സംസ്ഥാന സെക്രട്ടറിയെ കാണും, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ കാണും, തർക്കമില്ല. ആ നടപടികൾ തുടരും. ഏതെങ്കിലും അത് സ്വാഭാവിക നടപടി മാത്രമാണോ ഷഫീദ്? ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ആഭ്യന്തര വകുപ്പിന്റെ തലവൻ എന്നുള്ള നിലയ്ക്ക് അന്വേഷണത്തിനായി കൊടുക്കുന്ന ഒരു പരാതി സ്വഭാവത്തിലുള്ളതാണല്ലോ. അത് അതേ കാര്യങ്ങൾ തന്നെ പാർട്ടി സെക്രട്ടറിക്കും കൊടുക്കുന്നു എന്നതിനർത്ഥം എന്താണ്? സ്വാഭാവികമായും പാർട്ടിക്കകത്തും അങ്ങനെ ഒരു അന്വേഷണം നടക്കേണ്ട കാര്യമുണ്ട്. കാരണം പാർട്ടിക്ക് ഒരു അസ്വസ്ഥ വിഭാഗമുണ്ട്, അസ്വസ്ഥരായിട്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനുമൊക്കെ അപ്പുറത്തേക്ക്
ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് പോലീസ് നടത്തുന്ന അല്ലെങ്കിൽ പോലീസ് നടത്തുന്ന ഇടപെടലുകൾക്ക് പാർട്ടിക്ക് മുൻപിൽ മറുപടി പറയേണ്ടയാൾ. അപ്പോൾ അത് പാർട്ടി ശ്രദ്ധയിൽപ്പെടുത്തണം, പാർട്ടി നേതൃത്വത്തെ ശ്രദ്ധയിൽപ്പെടുത്തണം, പാർട്ടി നേതൃത്വം അക്കാര്യത്തിൽ ഇടപെടണം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സംശയവുമില്ല. അതുകൊണ്ടാകാം പി വി അൻവർ സംസ്ഥാന സെക്രട്ടറിക്ക് അല്ലെങ്കിൽ പാർട്ടിയിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന്. ഇക്കാര്യത്തിലെ അന്വേഷണം വളരെ നിർണായകമാണ്. മാത്രമല്ല ഈ ചർച്ചകളിൽ പി വി അൻവർ നൽകിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒന്നുകൂടി സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചാൽ ഷഫീദ്, ഞാനൊരു സഖാവാണ്, ഒരു സഖാവ് എന്റെ ഉത്തരവാദിത്തം ഞാൻ ചെയ്യാൻ ശ്രമിച്ചു, ജനങ്ങളുടെ പരാതി പറയാൻ ശ്രമിച്ചു, ഞാനിവിടെ ഇത് വെച്ച് അവസാനിപ്പിക്കുന്നു എന്നൊരു പിൻവാങ്ങൽ ആ സ്വരത്തിൽ തോന്നിയോ ഷഫീദ്? അത് തന്നെയാണ്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അൻവറിന്റെ ബോഡി ലാംഗ്വേജിൽ അങ്ങനെ പിൻവാങ്ങൽ, അതല്ലെങ്കിൽ ഒരു പക്ഷേ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഇനി പൊതുമധ്യത്തിൽ ഈ വിഷയം ചർച്ചയാക്കരുതെന്നൊരു നിർദ്ദേശം, അങ്ങനെ ഒരു റിക്വസ്റ്റ് ഫോർമാറ്റിലെങ്കിലും അത് അൻവറിന്റെ മുൻപിലേക്ക് മുഖ്യമന്ത്രി വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ അൻവറിന്റെ ബോഡി ലാംഗ്വേജിൽ പിൻവലിയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഒരു സഖാവാണ് താൻ, ഒരു സഖാവിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നു, മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കും മുൻപിൽ പരാതികൾ എത്തിച്ചു, താൻ നിർത്തുന്നു എന്ന ഒരു ധ്വനി അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു 50% അതുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ സമ്മേളനത്തിൽ കണ്ട ഒരു ഷാർപ്പ്നെസ് നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പി വി അൻവറിനോട് നമ്മൾ ആവർത്തിച്ച് ചോദിച്ച വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടിയും നൽകിയിട്ടില്ല. ഒരു പക്ഷേ മുഖ്യമന്ത്രി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും, പ്രത്യേകിച്ച് ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഉറപ്പ് നൽകിയതിന്റെ പേരിൽ പരസ്യ പ്രതികരണം, അതല്ലെങ്കിൽ വീണ്ടും വിഴുപ്പലക്കൽ വേണ്ട, ആഭ്യന്തര വകുപ്പിനെ, മുഖ്യമന്ത്രിയുടെ പ്രധാന വകുപ്പിനെ ഇനിയും പൊതുമധ്യത്തിൽ ഈ രീതിയിൽ തുറന്നു കാണിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അൻവർ എത്തിയോ എന്നുള്ളതിന് നമുക്ക് മറുപടിയില്ല. ഹാഷ്മി. അല്ല ഷഫീദ്, ഇനിയിപ്പോ അൻവർ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിമാരുടെ സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പിൻവാക്കം അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ എന്നൊക്കെ പറയാമെങ്കിലും പറയേണ്ടതിന്റെ പരമാവധി അൻവർ പറഞ്ഞു കഴിഞ്ഞു. അൻവർ പറയലാണ് ഇയാൾ ദാവൂദ് ഇബ്രാഹിമിന്റെ വഴിയിൽ മോഡസ് ഓപ്പറാണ്ടിയിൽ സഞ്ചരിക്കുന്ന ഒരു അധോ സംഘത്തിന് നായകനാണ്, ഇയാൾ പണമുണ്ടാക്കുന്ന സ്വർണ്ണക്കടത്തിലൂടെയാണ്, ഇയാൾ കൊല്ലു നടത്തിയ ആളാണ്, കൊലപാതകം നടത്തിയ ആളാണ്, തിരോധാനത്തിന് പിന്നിൽ ഇയാളുണ്ട് എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഗുണ്ടാത്തലവനെ പറ്റിയല്ല, സംസ്ഥാനത്തെ പോലീസിലെ രണ്ടാമനെ പറ്റിയാണ്. പറയേണ്ട കാര്യങ്ങൾ പരമാവധി പറഞ്ഞ സാഹചര്യത്തിൽ അൻവർ ഇനി ഏതെങ്കിലും സമ്മർദ്ദത്തിൽ പിൻവാങ്ങിയാലും ഇൻഎഫക്റ്റ് ഒരു പിൻവാങ്ങൽ സാധ്യമാണോ ആ വിഷയത്തിൽ ഷഫീദ്? അഷ്മി പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. കാരണം അൻവറിനെ സംബന്ധിച്ച തുറന്നു കാട്ടാനുള്ളത് സകലതും അൻവർ ഇതിനോടകം തന്നെ തുറന്നു കാട്ടിയിട്ടുണ്ട്. അത് ലോ ആൻഡ് ഓർഡർ ADGP ആയി എം ആർ അജിത് കുമാർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയായി പോലും ചില പെരുമാറ്റം നടത്തി, ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്തു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണം അതൊരു ചർച്ചാ വിഷയമാക്കി പൊതുസമൂഹത്തിന് മുൻപിൽ മാത്രമല്ല പ്രതിപക്ഷത്തിന് മുൻപിൽ കൂടി പി വി അൻവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അൻവർ ഒരുപക്ഷെ പരസ്യമായിട്ടുള്ള പ്രതികരണം അത് അവസാനിപ്പിച്ചെങ്കിൽ കൂടി അൻവർ കൊളുത്തിവിട്ടിരിക്കുന്ന ഈ തീ അല്ലെങ്കിൽ ഈ തീപ്പൊരി അത് പടരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷം വരും ദിവസങ്ങൾ അത് രാഷ്ട്രീയായുധമാക്കും. പക്ഷേ ഇപ്പോഴും ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം, അൻവർ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ പി വി അൻവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹത്തിന് കൈമാറാനുള്ളതെല്ലാം കൈമാറി, എഴുതി നൽകാനുള്ളതൊക്കെ എഴുതി നൽകി. ഇനി അദ്ദേഹം താൽക്കാലികമായി നിർത്തുന്നു, അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കും, പാർട്ടി സെക്രട്ടറിയോട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തും എന്നതിനപ്പുറത്തേക്ക് തനിക്കൊന്നും ഈ വിഷയത്തിൽ ചെയ്യാനില്ല എന്ന് പറയുന്നത് അതൊരു തരത്തിൽ ഒരു ശരിയുമാണ്. കാരണം പി വി അൻവർ അതിൽ കൂടുതൽ ഇനി എന്ത് ചെയ്യാൻ കഴിയും? എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി പൊതുസമൂഹത്തിന് മുൻപിൽ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ആവശ്യം അൻവർ അത് പൊതുസമൂഹത്തിന് മുൻപിൽ തന്നെ വെക്കുന്നത്, പാർട്ടിക്കകത്തോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സർക്കാരിനുള്ളിലോ ഒന്നുമല്ല, അത് വളരെ പൊതുസമൂഹത്തിന് മുൻപിൽ തന്നെ അദ്ദേഹം രജിസ്റ്റർ ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് മുഖ്യമന്ത്രി പി വി അൻവറിന് കൊടുത്തിട്ടുണ്ടോ? ആ പശ്ചാത്തലത്തിലാണോ പി വി അൻവർ ഈ പരസ്യമായി ഇങ്ങനെ ഇനിയിപ്പോൾ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം അറിയണം. അതിന് അൻവർ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ കൂടുതൽ പുറത്തുവരണം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പി വി അൻവർ ഏതായാലും പങ്കുവയ്ക്കാൻ തയ്യാറല്ല. പക്ഷേ അദ്ദേഹം അല്ലാതെ ഏതെങ്കിലും രീതിയിൽ ആ വിവരങ്ങൾ പുറത്തുവരും. ആ വിവരം അറിയുമ്പോൾ നമുക്കറിയാം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ വിഷയത്തിൽ എന്തായിരിക്കും സർക്കാരിന്റെ അന്തിമ തീരുമാനം എന്നുള്ള കാര്യം നമുക്കറിയാം. സംസ്ഥാന സെക്രട്ടറി അൻവർ കാണുമ്പോൾ അത് പാർട്ടി തലത്തിൽ കൂടി ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറും. അങ്ങനെയാണെങ്കിൽ അടുത്ത സംസ്ഥാന നേതൃയോഗങ്ങളിൽ അത് പാർട്ടിക്ക് മുൻപിൽ വരുമോ, അത് ഉന്നയിക്കുമോ, എം വി ഗോവിന്ദൻ അത് പാർട്ടിക്കകത്തേക്ക് ചർച്ചയാക്കാനുള്ള പച്ചക്കൊടി കാണിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണണം. ഇതിനെല്ലാം അപ്പുറം DGPയുടെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാവി എന്താണ്, അന്വേഷണത്തിന്റെ ലൈൻ എന്താണ്? അടിമുടി ആരോപണം ആഭ്യന്തര വകുപ്പിനെതിരെ എന്ന് പറയേണ്ടി വരും. അങ്ങനെ ആരോപണം ഉയർന്നൊരു പശ്ചാത്തലത്തിൽ ലോ ആൻഡ് ഓർഡർ ADGPയുടെ കൊട്ടാരമടക്കം ഓഡിറ്റ് ചെയ്യപ്പെടണമെന്നുള്ള പി വി അൻവറിന്റെ ആവശ്യം എങ്ങനെ സർക്കാർ പരിഗണിക്കും, എങ്ങനെ പോലീസ് പരിഗണിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പ്രത്യേകിച്ച് ADGP എം ആർ അജിത് കുമാർ സൂപ്പർ മുഖ്യമന്ത്രിയാകുന്നുവെന്ന് പോലീസ് സേനയ്ക്കകത്ത് തന്നെ അഭിപ്രായമുള്ളൊരു സാഹചര്യത്തിൽ ആ അന്വേഷണം ഏത് രീതിയിൽ നടക്കും, ആ അന്വേഷണത്തിന്റെ നെറ്റ് റിസൾട്ട് എന്താണ്? ഒരു മാസത്തിനകം മുഖ്യമന്ത്രിക്ക് ഉന്നതതല സംഘം കൊടുക്കുന്ന റിപ്പോർട്ടിൽ എം ആർ അജിത് കുമാറിനും
പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ആഭ്യന്തര വകുപ്പിൽ നിന്നും പോലീസിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഇനി നിർണായകമാവുക. ഹാഷ്മി. ഷഫീദ്, അപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ലാൽസലാം വിവാദങ്ങളോട് ലാൽസലാം, വെളിപ്പെടുത്തലോട് ലാൽസലാം, തുറന്നു പറച്ചോട് ലാൽസലാം, തെളിവുകളോട് ലാൽസലാം, ഇനിയുള്ള കയ്യിലുള്ള ബാക്കി തെളിവുകൾ പുറത്തുവിടുന്നതിനോട് ലാൽസലാം, ഫോൺ സംഭാഷണങ്ങളോട് ലാൽസലാം, ഒക്കെ വെച്ച് കെട്ടിത്തീർത്തു അവസാനിപ്പിച്ചു എന്നതാണോ ആ ലാൽസലാമിന്റെ അർത്ഥം ഷഫീദ്? ഹാഷ്മി, അവിടെ ഒരു സംശയം അൻവറാണ്. അൻവർ എന്തും ചെയ്യും. അൻവർ തുടങ്ങി വെക്കുന്ന യുദ്ധങ്ങൾ അദ്ദേഹം പരമാവധി വെളിപ്പെടുത്തി മാത്രമായിരിക്കും അൻവർ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക. അങ്ങനൊരു പിന്മാറ്റം അത് മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്റെ പേരിലുള്ള ലാൽസലാം അങ്ങനെ മടങ്ങുന്നതാണോ എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ അൻവർ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പറയാനുള്ളതൊക്കെ അൻവർ പറഞ്ഞു കഴിഞ്ഞു. അശ്വിൻ, നമ്മളൊന്ന് ഓഡിറ്റ് ചെയ്താൽ അൻവറിന്റെ വാർത്താ സമ്മേളനം ഒന്ന് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ സമ്മേളനങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൻവർ എന്തൊക്കെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും. അത് സുജിത് ദാസിന്റെ മരമുറിയിൽ തുടങ്ങിയ ഒരു ചെറിയ വെടിക്കെട്ടാണത്. അത് സുജിത് ദാസിനെ ആയിരുന്നില്ല അൻവർ ലക്ഷ്യം വെച്ചത്. PV അൻവർ ലക്ഷ്യം വെച്ചത് MR അജിത്കുമാറിനെയും P ശശിയുമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത് സുജിത് ദാസിൽ നിന്ന് നേരെ പോകുന്നു ഇക്കാര്യങ്ങളൊക്കെ, ആ മരമുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ MR അജിത്കുമാറിന്, ലോ ആൻഡ് ഓർഡർ ADGP MR അജിത്കുമാറിന് അറിവുണ്ടായിരുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണം. പിന്നാലെ നടന്ന 2 വാർത്താ സമ്മേളനങ്ങളിലും MR അജിത്കുമാറിനെയും P ശശിയെയും കടന്നാക്രമിക്കുകയായിരുന്നു PV അൻവർ. അതിൽ ഈ PV അൻവർ ഉന്നയിച്ച ആരോപണം, അത് അനധികൃത സ്വത്ത് സമ്പാദനം ഏറ്റവും അവസാനം പറയുന്നു. അതിനു മുൻപ് സ്വർണ്ണക്കടത്ത് മാഫിയയുമായി ബന്ധം, എടവണ്ണ കൊലപാതകം ഉൾപ്പെടെയുള്ള, റദാൻ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് കഥകൾ മെനഞ്ഞു എന്ന് പറയുമ്പോൾ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ബന്ധം, അത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ കേട്ട് വെറുതെ സഹിച്ചിരിക്കാൻ കഴിയുന്ന ഒരു ആരോപണമല്ല. രണ്ടാമത്തേത്, മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പത്ത് മുഖ്യമന്ത്രി അറിയാതെ തീരുമാനങ്ങൾ എടുക്കുന്ന സൂപ്പർ പവറുകളായി മാറി P ശശിയും MR അജിത്കുമാറും എന്ന വെട്ടിത്തുറന്ന് ക്രിസ്റ്റൽ ക്ലിയറായി PV അൻവർ വാർത്താ സമ്മേളനത്തിൽ കേരളത്തോട് തുറന്നടിച്ചു. ഏറ്റവും ഒടുവിൽ കവടിയാറിലെ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന ലേബലിൽ തന്നെ എങ്ങനെയാണ് ഒരു IPS ഉദ്യോഗസ്ഥന് കോടികൾ മുടക്കി വസ്തു കവടിയാറിൽ വാങ്ങാൻ കഴിയുക, അതിനുമപ്പുറത്തേക്ക് കോടികൾ മുടക്കി ഒരു മണിമാളിക എങ്ങനെ പണിതുയർത്താൻ കഴിയും എന്നുള്ള ചോദ്യം PV അൻവർ അത് പൊതുസമൂഹത്തിന് മുൻപിൽ, കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുമ്പോൾ എല്ലാം അങ്ങ് ഓഡിറ്റ് ചെയ്യപ്പെടട്ടെ എന്നുള്ളൊരു തീരുമാനം മാത്രമാണ് PV അൻവറിനുള്ളത്. PV അൻവറിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം, അതൊരു രാഷ്ട്രീയ കൗതുകമാണ് ഹാഷ്മി. കാരണം PV അൻവർ എന്ന് പറയപ്പെടുന്ന ഒരു സ്വതന്ത്ര MLA, ഒരു ഇടത് സഹയാത്രികൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് വന്ന് മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെ, ഒരുപക്ഷെ ആ കല്ലുകൾ അത്രയും കൊണ്ടത് സുജിത് ദാസിനും P ശശിക്കും MR അജിത്കുമാറിനുമാണെങ്കിൽ പരിക്കുകളില്ലാത്ത വിധം മുഖ്യമന്ത്രിക്കും ആ കല്ലേറ് കൊണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എങ്ങനെ അത് ധൈര്യം കിട്ടിയെന്നുള്ളൊരു ചോദ്യമായിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം പെട്ടെന്ന് ഒരു മരമുറിയിൽ തുടങ്ങി, അല്ലെങ്കിൽ ഒരു മലപ്പുറം എസ്പിയുമായുള്ള സ്റ്റേജിലെ ഒരു മൂപ്പളമ തർക്കത്തിൽ തുടങ്ങി, പിന്നെ അത് മരമുറിയിലേക്ക് എത്തി, പിന്നെ അത് ADGP അജിത് കുമാറിലേക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലേക്കും ഒക്കെ വളർന്നു ബന്ധലിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട, അവിശ്വസനീയതയോടെ കേട്ട ഈ കൊലപാതകങ്ങളുടെയും സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത് വഴികളുടെയും എന്ന് പറഞ്ഞാൽ ADGP ഒക്കെ നയിക്കുന്ന ഈ വഴികളുടെയൊക്കെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നമ്മൾ കേട്ടതാണ്. ആ ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രിയെ കാണുന്നു. അതിനുശേഷം ആ തീവ്രമായ ഭാഷ, മൂർച്ചയുള്ള ഭാഷ അൻവറിന് അവിടെ കൈമോശം വരുന്നുണ്ട്. അതൊരു പിൻവാങ്ങലാണോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോ ഇതൊരു തരം ഒരു നിയന്ത്രിത, ഏതെങ്കിലും അജണ്ട പ്രകാരമുള്ള ഒരു നിയന്ത്രിത സ്ഫോടനം മാത്രമായിരുന്നോ എന്നതടക്കം വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകൾ വ്യക്തമാകേണ്ടതാണ്.